അതുല്യ കലാകാരൻ ശ്രീനിവാസൻ ഇനി ഓർമ്മ. എറണാകുളം കണ്ടനാട്ട് വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. ചലച്ചിത്ര സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ഒടുക്കം അതിൻ്റെതായ സമയമെത്തി. അത്രയും മനോഹരമായ നടക്കാത്ത സ്വപ്നങ്ങൾ ബാക്കിയാക്കി മലയാളത്തിന്റെ ശ്രീ യാത്ര പറഞ്ഞിറങ്ങി. മധുരമകന്ന് ഒറ്റയ്ക്കായൊരു നൊമ്പരക്കാറ്റ് മനസ്സകങ്ങളെ മൂടിപ്പരന്നു. അന്നാദ്യമായി സത്യനന്ദിക്കാട് ഒരു കടലാസ് തുണ്ട് ശ്രീനിക്ക് അങ്ങോട്ട് വെച്ചു നീട്ടി. പറയാൻ ബാക്കി വെച്ച കഥകളും പറയാതെ പോയതിന്റെ പരിഭവങ്ങളും നിറച്ചൊരു പേപ്പറും പിന്നെ ഒരു പേനയും. കഥയ്ക്കും കഥനങ്ങൾക്കും കനവുകൾക്കും കൂട്ടായി നിന്ന പ്രിയപ്പെട്ട ഒരാൾ അന്ത്യചുംബനം നൽകി. അരികിൽ കരഞ്ഞു കരഞ്ഞു തളർന്ന വിനീതിനെയും ധ്യാനിനെയും ശ്രീനി കണ്ടില്ല. കണ്ണടയുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം അത് ഉൾക്കണ്ണിൽ കണ്ടുകാണണം. പിന്നെ ഔദ്യോഗികാദരവുകളുടെ മണിമുഴക്കം. ശേഷം അഗ്നിനാളങ്ങളാൽ വരവേൽപ്പ്. കഥകളുടെ വിസ്മയച്ചെപ്പുകൾ തുറന്നുവെച്ച് തലമുറകൾക്കായി സ്നേഹ സന്ദേശങ്ങൾ പകർന്ന് ശ്രീനിവാസൻ കഥാവശേഷനാകുന്നു. അക്കരെ 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 മരണമില്ലാത്ത പാത്രസൃഷ്ടികൾ പുനർജനിക്കുന്നു. ശൂന്യതയുടെ വിരഹത്തിന്റെ നേർത്തൊരു നാടോടിക്കാറ്റ് മനസ്സിന്റെ അഭ്രപാളികളെ പിടിച്ചുലയ്ക്കുന്നു. കൊച്ചി ബ്യൂറോക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1.